ഹീൽ യുവർ സെൽഫ്, ലവ് യുവർ ലൈഫ്, ഡേ 12. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ സ്വയം സ്നേഹിക്കുവാൻ അനുവദിക്കാത്ത, ഹാപ്പി ആയിട്ട് ഒരു ലൈഫിനെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു വികാരത്തെക്കുറിച്ചാണ്. അതാണ് ഭയം. ഈ ഭയം തന്നെയാണ് ലോകത്തുള്ള സകല ദുഷ്പ്രവർത്തികളുടെയും അടിസ്ഥാനവും. യുദ്ധം, കൊലപാതകം, അത്യാഗ്രഹം, വഞ്ചന, ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലോ എന്ന ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലേ? പുതുതായി എന്തെങ്കിലും ചെയ്യുമ്പോഴും നമുക്ക് ഭയമുണ്ടാകാം. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവർ പലരും ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമല്ല ഭയത്തിന്റെ അടിസ്ഥാനം, അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് കാരണം. ഭയത്തിനെ എത്രത്തോളം നമ്മൾ പവർ കൊടുക്കുന്നുവോ അത്രത്തോളം അത് നമ്മളെ കീഴ്പ്പെടുത്തും. ശരിക്കും ഫിയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷനാണ്. നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഈ ഭയം ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ ജനറേറ്റ് ചെയ്യുന്നു. ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭയം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് ഇത് നമുക്ക് നെഗറ്റീവായിട്ടാണ് മാറുന്നത്. നമ്മൾ സെൽഫിഷ് ആകുന്നതും പൊസസീവ് ആകുന്നതും മറ്റൊരാളെ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടല്ലേ. പക്ഷെ അതിൻ്റെ ഫലം എന്താണ്? നമ്മുടെ മനസ്സമാധാനക്കേട് മാത്രമാണ്. ഇവിടെ നമുക്ക് ചോയ്സ് ഉണ്ട് ബിറ്റ്വീൻ ലവ് ആൻഡ് ഫിയർ. ഒരു സ്പെക്ട്രം എടുത്താൽ അതിൻ്റെ ഒരറ്റം ഭയമാണെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റം സ്നേഹമാണ്. ഭയത്തിനെ മറികടക്കാൻ നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. When you love and approve yourself completely, you can begin to overcome your fears. നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുകയും അപ്രൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭയത്തിനെയും ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ആ വിശ്വാസമാണ്, നമ്മിലുള്ള വിശ്വാസമാണ് ഈ ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ഐ ആം സേഫ്, love is my strength, everything is working out for my highest good. ഇതിന് ഓപ്പോസിറ്റായി നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ജേർണലും മിറർ വർക്കും എങ്ങനെയാണ് ഭയത്തെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇന്നത്തെ ജേർണലിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഭയത്തെയാണ്. അതിന് പ്രധാനമായും നമ്മളുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ ആൻഡ് റിലേഷൻഷിപ്പ്, ഈ 4 ഏരിയകളെയും എടുക്കുക. ഇത് 4ഉം നമ്മുടെ ലൈഫിലെ 4 പില്ലേഴ്സ് ആണ്. ഇത് ബാലൻസ്ഡ് ആയി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെ ബാലൻസ്ഡ് ആയി പോകാൻ കഴിയും. ഈ 4 ഏരിയകളിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ എന്താണെന്ന് എഴുതി വെക്കുക. ആ ഭയത്തെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അഫേം ചെയ്ത് ജേർണൽ ചെയ്യുക. മിറർ വർക്കിൽ ചെയ്യേണ്ടത് ഇതാണ്: നമ്മളെ തന്നെ കണ്ണാടിയിൽ വളരെ സ്നേഹത്തോടെ കാണുക. കണ്ണുകളിലേക്ക് നോക്കി റിലാക്സ്ഡ് ആയതിനു ശേഷം നമ്മൾ ജേർണൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഭയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് അഫേം ചെയ്യുക. I know you want to protect me. You want to help me. I thank you. Now I let you go. I release you and I am safe. All is well in my world. നമ്മളിലുള്ള ഭയം എന്ന ഇമോഷനെ അഡ്രസ്സ് ചെയ്ത് തന്നെ നമുക്ക് പറയണം. ഈ ഭയം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ മുതൽ ഞാൻ എന്നിലുള്ള എല്ലാ ഭയങ്ങളെയും പോകാൻ അനുവദിക്കുന്നു. ഐ ആം സേഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. കണ്ണാടിയിൽ നോക്കി സ്വയം പറയണം: എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലോകത്തിൽ എല്ലാം എനിക്ക് നല്ലതിനു വേണ്ടിയാണ് പ്രപഞ്ചശക്തി ഒരുക്കിയിരിക്കുന്നത്. ആ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മിലുള്ള ആ വിശ്വാസം എല്ലാ ഭയങ്ങളെയും മറികടക്കുവാൻ നമ്മെ സഹായിക്കും. സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്താൽ ഭയങ്ങളെ മറികടന്ന് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തുവാൻ കഴിയുകയും ചെയ്യുള്ളൂ. മറ്റുള്ളവരിലുള്ള വിശ്വാസമല്ല, സാഹചര്യങ്ങളിലുള്ള വിശ്വാസമല്ല, സ്വയം ഉള്ള വിശ്വാസം, നമ്മളിൽ ഓരോ നിമിഷവും ശ്വാസമായി നിറയുന്ന ആ ജീവശക്തിയിലുള്ള വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ആ ഒരു കരുത്ത്
ആ ധൈര്യം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഐ ആർ ഏജസ് എന്ന അഫർമേഷനോടുകൂടി ദ യൂണിവേഴ്സ് പവർ ഈസ് വിത്തിൻ മീ, ദ ഡിവൈൻ പവർ ഈസ് ഹിയർ ടു സപ്പോർട്ട് മീ എന്നൊരു വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഓരോ വഴിയിലും പ്രകാശമായി പ്രപഞ്ചം നമ്മളോടൊപ്പം നിൽക്കും. നാളെ പുതിയ ഒരു ആശയവുമായി നമുക്ക് കാണാം. താങ്ക് യു.